അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ദിയ എന്നാണ്. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ ബാക്കി പോർഷൻസ് ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചത്. എന്താണ് കോൺട്രാക്റ്റ് എന്നും കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്താണെന്നുള്ളതും നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇതുവരെ എടുത്ത പോർഷൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി പോർഷൻസിലേക്ക് എടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടോ? അങ്ങനെ ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പോർഷൻസ് എടുക്കാം. അപ്പോൾ ഞാൻ സ്ക്രീന് പ്രസന്റ് ചെയ്യാം. എല്ലാവർക്കും സ്ക്രീന് കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പോർഷനാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു കോൺട്രാക്ട് നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ്, ആ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടീസിനും കുറച്ച് ഒബ്ലിഗേഷൻസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എയും ബി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അതായത് ഇപ്പോൾ ഒരു ബാഗ് റൈസ് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് കൊടുക്കുക എന്നുള്ളത് എന്റെ ഒബ്ലിഗേഷനും ഇത് വാങ്ങുന്ന സമയത്ത് പൈസ കൊടുക്കുക എന്നുള്ളത് ബീന്റെ ഒബ്ലിഗേഷൻസും ആണ്. അങ്ങനെ ഒബ്ലിഗേഷൻസ് ഉണ്ടാവും, അതേപോലെ ലീഗൽ റൈറ്റ് ഉണ്ടാവും. ഇനിയിപ്പോ ഈ റൈസ് ബാഗ് ഡെലിവറി ചെയ്തില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ഡെലിവറി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിക്ക് എക്കെതിരെ കേസ് കൊടുക്കാനുള്ള ഒരു ലീഗൽ റൈറ്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺട്രാക്ട് എപ്പോഴാണ് അവസാനിക്കുക, ഈ ഒബ്ലിഗേഷൻസ് എപ്പോഴാണ് നിർത്തലാവുക, എപ്പോഴാണ് ഇത് ടെർമിനേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൽ പഠിക്കുന്നത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ബിറ്റ്വീൻ പാർട്ടീസ്. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള, ഒരു കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒബ്ലിഗേഷൻസിന്റെ നിർത്തിവെക്കുക, അതിനാണ് നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം പിന്നെ ആ പാർട്ടീസിന് എന്ത് ചെയ്യേണ്ട, അതിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും ഒരു കോൺട്രാക്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്? കോൺട്രാക്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുക 6 രീതിയിലാണ്: പെർഫോമൻസ്, മ്യൂച്വൽ അഗ്രിമെന്റ്, ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ലാപ്സ് ഓഫ് ടൈം, ഓപ്പറേഷൻ ഓഫ് ലോ, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി എന്താണോ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാം. അപ്പൊ ഒരു കോൺട്രാക്റ്റിൽ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ എന്താണ്, ആ കോൺട്രാക്ട് നമുക്ക് ഡിസ്ചാർജ്ഡ് ആണെന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങി പിന്നെ പൈസ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കോൺട്രാക്ട് എൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി പെർഫോമൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ആക്ച്വൽ പെർഫോമൻസും ഉണ്ട്, അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയുന്നതും ഉണ്ട്. ഓക്കെ, ആക്ച്വൽ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസും അവരുടെ പ്രോമിസ് കംപ്ലീറ്റ്ലി ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ, എന്താണ് അവർ ചെയ്യാന്ന് പറഞ്ഞത് അത് ഒരു കോംപ്രമൈസും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വൽ പെർഫോമൻസ് ആണെന്ന് പറയാം. അതായത് ഇപ്പൊ പറയാണ്, ഞാൻ ഇന്റെ ഗുഡ്സ് എനിക്ക് ഇത്ര വിലക്ക് ഞാൻ തരാന്നുള്ളത്. അപ്പൊ ബി എന്ത് ചെയ്യണം, ആ ഒരു പറഞ്ഞ എത്രയാണോ പ്രൈസ് പറഞ്ഞത് ആ പ്രൈസ് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഗുഡ്സ് ഡെലിവറി ചെയ്യും, ബി അതിന് പൈസ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായി, കോൺട്രാക്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് പറയാം കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്ഡ്. ഇതിനെയാണ് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആണ്. അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാർട്ടി പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാന്നുള്ളത്, പക്ഷെ മറ്റേ പാർട്ടി ഇവരുടെ പെർഫോമൻസ് റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആണ്. അതായത് ഇപ്പോ പറയാണ്, ഒരു 100 ബാഗ് അരി ഞാൻ ജൂൺ 10th ഇങ്ങക്ക് എന്താണ് അങ്ങോട്ടേക്ക് എത്തിച്ചു തരാന്ന്. പക്ഷെ ഇത് കൊടുക്കേണ്ട സമയമാകുമ്പോൾ ബി പറയാണ് എനിക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ് വേണ്ടാന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ എന്റെ ഭാഗത്തു നിന്ന് എന്താണുള്ളത്, പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്,
പക്ഷെ ബി എന്ത് പറഞ്ഞു, എനിക്ക് അത് വേണ്ടാന്നുള്ളത്. അപ്പൊ അവിടെ ഒരു പെർഫോമൻസിന്റെ അറ്റംപ്റ്റ് ഉണ്ട്, പക്ഷെ അത് കംപ്ലീറ്റഡ് അല്ല. ഇതിനെയാണ് നമ്മൾ ടെൻഡർ എന്ന് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിലും നമുക്ക് കോൺട്രാക്ട് ഡിസ്ചാർജ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുന്നതാണ് മ്യൂച്വൽ അഗ്രിമെന്റ്. ഓക്കെ, മ്യൂച്വൽ അഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസും, ആരാ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഏതൊക്കെ പാർട്ടീസ് ആണ് ഉള്ളത്, അവര് ഒരുമിച്ച് പറയാണ്, അതായത് ഈ കോൺട്രാക്റ്റിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഡിസ്ചാർജിനെയാണ് നമ്മൾ മ്യൂച്വൽ അഗ്രിമെന്റ്, ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാര്യമായിട്ട് 5 ഫോംസ് പഠിക്കാനുണ്ട്: നൊവേഷൻ, റിസിഷൻ, ഓൾട്രേഷൻ, റെമിഷൻ ആൻഡ് വേവർ. ഇതില് നൊവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിന് പകരമായിട്ട് നമ്മളൊരു പുതിയ കോൺട്രാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഒരു ഓൾറെഡി ഉണ്ടായ ഒരു കോൺട്രാക്റ്റിന് പകരം പുതിയൊരു കോൺട്രാക്ട് വെച്ച് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ പറഞ്ഞ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ, എ ബിന്റെ അടുത്തുനിന്ന് 10,000 രൂപ കടം വാങ്ങി. പക്ഷെ അപ്പൊ ആദ്യത്തെ കോൺട്രാക്റ്റിൽ ഇവിടെ പാർട്ടീസ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. എ ആണ് ബിക്ക് പൈസ കൊടുക്കാനുള്ളത്. പക്ഷെ പിന്നെ എയും ബി ഒരു മ്യൂച്വൽ അഗ്രിമെന്റിലേക്ക് എത്തുകയാണ്. അതായത് എനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സി എന്താക്കാം, ബിന് പൈസ പേ ചെയ്തോളാം എന്നുള്ളത്. അപ്പൊ അവിടെ പഴയ കോൺട്രാക്റ്റിന് പകരം ഒരു പുതിയ കോൺട്രാക്ട് ഫോം ചെയ്യാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടീസും ഇതിന് സമ്മതിക്കണം. മ്യൂച്വൽ കൺസെന്റ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം അവിടെ എന്തായി, ഉണ്ടായ കോൺട്രാക്റ്റിന് പകരം പുതിയൊരു കോൺട്രാക്ട് അവിടെ ഫോം ചെയ്തു. ഇതിനെയാണ് നമ്മൾ നൊവേഷൻ എന്ന് പറയുന്നത്, അതായത് പുതിയ കോൺട്രാക്ട്. ഓക്കെ, അടുത്തതാണ് റിസിഷനും ഓൾട്രേഷനും. റിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരും മ്യൂച്വൽ കൺസെന്റ് വഴി പറയാണ്, ഇനി നമുക്ക് ഈ കോൺട്രാക്ട് മുന്നോട്ട് കൊണ്ടുപോകണ്ട, നമുക്കിത് ക്യാൻസൽ ആക്കാം. അങ്ങനെ ബോത്ത് പാർട്ടീസ് ഇനിഷ്യേറ്റീവ് എടുത്ത് ക്യാൻസൽ ചെയ്യുന്നതിനാണ് നമ്മൾ റിസിഷൻ എന്ന് പറയുന്നത്. ഓൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടായിരുന്ന കോൺട്രാക്റ്റിലെ 2 or 3 ടേംസ് മാറ്റുകയാണ്. അതായത് ആദ്യം പറഞ്ഞത് ഞാൻ 100 രൂപക്ക് ഒരു സാധനം തരാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ രണ്ട് പാർട്ടീസിന്റെയും സമ്മതത്തോടു കൂടി അതെന്താണ്, ആ റേറ്റ് മാറ്റിയില്ലേ 50 രൂപക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഉണ്ടായ പ്രൈസ് എന്ന് പറഞ്ഞ ടേമിന് ഒരു മാറ്റം കൊണ്ടുവരികയാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള ഗുഡ്സ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചേരാം. പക്ഷെ പിന്നെ ഇവർ രണ്ടാളും കൂടി ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ട് പറഞ്ഞു, വീട്ടിലേക്ക് എത്തിക്കേണ്ട, വെയർ ഹൗസിലേക്ക് എത്തിച്ചാൽ മതി. അപ്പൊ അവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞു, ആ പ്ലേസ് എന്ന് പറഞ്ഞ ടീമിൽ അവിടെ ഒരു വ്യത്യാസം വരികയാണ്. അങ്ങനെ ടേംസിൽ, കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ടേംസിൽ വ്യത്യാസം വരുന്നതിനാണ് നമ്മൾ ഓൾട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് റെമിഷനും വേവറും. റെമിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണോ നമ്മൾ കോൺട്രാക്റ്റിൽ ചെയ്യാന്ന് പറഞ്ഞിരുന്നത്, ആ പറഞ്ഞതിനേക്കാളും കുറഞ്ഞ പെർഫോമൻസ് അക്സെപ്റ്റ് ചെയ്യാണ്. അതായത് ഇപ്പോ എ ബിക്ക് 10,000 rupees കടം കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോ എ ബിക്ക് 10,000 കൊടുത്തു. എന്നിട്ട് എ പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ ബി പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഫുള്ള് പേയ്മെന്റ് ചെയ്യാൻ പറ്റൂല, കുറച്ചേ ചെയ്യാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ, അപ്പോൾ എ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഒരു ലെസ്സർ പേയ്മെന്റ്, ഫോർ എക്സാമ്പിൾ 7,000 ഒക്കെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ പറഞ്ഞ 10,000 നിന്നും കുറഞ്ഞൊരു എമൗണ്ട് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. വേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളണ്ടറി അബാൻമെന്റ് ഓഫ് എ ലീഗൽ റൈറ്റ്. അതായത് ഇപ്പോ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് അവിടുത്തെ ആൾക്കാർ ഒരു 100 ഷെയർസ് ഓർഡർ ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷെ കിട്ടിയത് 90 ഷെയർസ് മാത്രമാണ്. പക്ഷെ എന്ത് ചെയ്തു, അത് കുഴപ്പമില്ല, കോംപ്രമൈസ് ചെയ്ത് അത് കുഴപ്പമില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ ഓക്കെയാണ്. അതായത് ഇപ്പൊ 90 ഷെയർസ് മാത്രമാണ് ഡെലിവറി ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ശരിക്കും എന്ത് ചെയ്യാം, ഈ ഡെലിവറി ചെയ്ത ആൾക്കാരെ സ്യൂ ചെയ്യാം. അതായത് പറഞ്ഞത് 100 ഷെയർ ആയിരുന്നു, പക്ഷെ 90 ഇവർ ഡെലിവറി ചെയ്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് കോമ്പൻസേഷൻ വേണം. പക്ഷെ അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ലീഗൽ റൈറ്റിന് അവർ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിനെ നമ്മൾ വോളണ്ടറി അബാൻമെന്റ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഉണ്ടായ ലീഗൽ റൈറ്റിനെ അവർ വേണ്ടാന്ന് വെക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ വേവർ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞൊരു കാര്യം നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല.
ഇത് തന്നെ 2 ടൈപ്പാണുള്ളത്. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയും സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയും. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കോൺട്രാക്റ്റിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ അത് ഇനീഷ്യലി അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനിപ്പോ ഒരു ഭയങ്കര ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചെറുപ്പത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് നമ്മളെ പാരന്റ്സ് പറയും നമുക്ക് അമ്പിളീനെ പിടിച്ചു തരാന്നൊക്കെ. പക്ഷെ നമുക്ക് പിന്നെ വലുതായിട്ട് നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ അമ്പിളീനെ പിടിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ചോറ് നിങ്ങൾ വാരി തന്നത്, പക്ഷെ നിങ്ങൾ എനിക്ക് അമ്പിളീനെ പിടിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂല. കാരണം എന്താണ്, അത് ആദ്യമേ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. അതേപോലെ തന്നെ എന്താ പറയാ, നമ്മളൊരു മാന്ത്രികന്റെ അടുത്ത് പോയിട്ട് ഒരു മരിച്ച ആളെ തിരിച്ച് ജീവനോടെ കൊണ്ടുവരണം, അതിന് ഇത്ര പൈസ നമുക്ക് അയാൾ കൊടുത്ത്, പക്ഷെ അയാൾ പിന്നെ അത് ചെയ്യാൻ പറ്റൂല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാളെ പോയിട്ട് സ്യൂ ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്, ഇതൊക്കെ ആദ്യമേ ഒരിക്കലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഇനീഷ്യലി ഇമ്പോസിബിൾ ആണ്. അങ്ങനത്തതിനെയാണ് നമ്മൾ ഇനീഷ്യലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി. സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാല് കോൺട്രാക്റ്റിൽ നമ്മൾ കയറുന്ന സമയത്ത് ഇതെന്തായിരുന്നു, പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് പെർഫോമൻസിന്റെ സമയമായപ്പോൾ പെട്ടെന്നൊരു കാരണം സംഭവിച്ചതിനാൽ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. അതായത് ഇപ്പോ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അതായത് ഇപ്പോ നമ്മുടെ ഷോപ്പ് ഇന്ത്യയിലാണ്, നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസോ കാര്യങ്ങളോ എന്തോ നമ്മൾ മേടിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് എമർജൻസി വരികയും വാർ ടൈം ആയി, ഇന്ത്യയും പാകിസ്ഥാനും വാറിലായി. ആ സമയത്ത് എന്താണ്, നമ്മൾ പൈസ പേ ചെയ്തു എന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്, വാർ ആയതുകൊണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കോൺട്രാക്ട് എന്താണ്, ഡിസ്ചാർജ്ഡ് ആവാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തു പക്ഷെ സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് കേസ് കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി അതേപോലെയാണ് ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. അതായത് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടെ ആ സാധനം തന്നെ ഇല്ലാണ്ടായി പോവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ കേസ് കൊടുക്കാൻ പറ്റൂലല്ലോ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഇപ്പോ എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് കുതിര ഉണ്ട് എന്ന് വിചാരിക്കും, ഒരു കുതിര ഉണ്ട്. അപ്പൊ ഞാൻ അതിനെ വിൽക്കാന്ന് വിചാരിച്ചു. പക്ഷെ വിൽക്കേണ്ട സമയമായതായപ്പോഴത്തേനും ഈ കുതിര ചത്തുപോയി. അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനിൽ എന്താണ്, എനിക്കിതിനെ ഡെലിവർ ചെയ്യാൻ പറ്റൂല. അപ്പൊ അവിടെ ഉണ്ടായ കോൺട്രാക്ട് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിന്റെ ബേസിസിൽ ഡിസ്ചാർജ് ആയി പോകും, നമുക്കത് പിന്നെ യൂസ് ആക്കാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ കോൺട്രാക്ട് തുടങ്ങി പിന്നെ വേറൊരു കാരണത്താൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ ഈ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെട്ടു, പക്ഷെ പിന്നെ സംഭവിച്ച എന്തോ കാരണത്താൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, ഇതിനെയാണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ എക്സ്പിറേഷൻ എന്നൊക്കെ പറയുന്ന പോലെയാണ്, എക്സ്പയർ ചെയ്യാന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രീച്ച് ഉണ്ടായി, അതായത് എയും ബി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, പക്ഷെ അതിലൊരു പാർട്ടി റെഫ്യൂസ് ചെയ്യാണ്, എനിക്കിത് ചെയ്യാൻ പറ്റൂല എന്നാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് കേസ് കൊടുക്കുന്നതിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ബ്രീച്ച് സംഭവിച്ച് ഒരു വിത്തിൻ 3 or 4 or 5 വർഷത്തിനുള്ളിൽ മാത്രമേ അവർക്ക് സ്യൂ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഏതോ ഒരു കാലം സംഭവിച്ചതിന് കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റൂല. ഇതാണ് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അതായത് എ കോൺട്രാക്ട് മേ ബി ഡിസ്ചാർജ് ഇഫ് ദ ടൈം ലിമിറ്റ് ഫോർ ലീഗൽ ആക്ഷൻ എക്സ്പയർസ്. അതായത് ലീഗലായിട്ടൊരു ആക്ഷൻ എടുക്കാനുള്ള സമയം എക്സ്പയർ ആയി പോവുകയാണ്. ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുന്നത് ലിമിറ്റേഷൻ ആക്ട് 1963 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്താണ്, സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ പീരീഡ് സെറ്റ് ചെയ്യാണ്. ആ ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് കോർട്ടിൽ എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റൂല. അടുത്തത് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. അതായത് ലീഗൽ സർക്കംസ്റ്റാൻസസ് മൂലം ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന അവസ്ഥ. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഡെത്ത് ഓഫ് എ പാർട്ടി. ഒരു കോൺട്രാക്റ്റിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി അവിടെ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഡെത്ത് സംഭവിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ആ കോൺട്രാക്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂല. അതായത് ഇപ്പൊ നമ്മൾ ഒരു സിംഗറിനെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്കില്ലുള്ള ഒരാളെ നമ്മൾ ഒരു ജോബിന് വേണ്ടിയിട്ട്
നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പോയിന്റ് ചെയ്യാണ്. പക്ഷെ അവർക്ക് പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ പോയിട്ട് സ്യൂ ചെയ്യാനായിട്ട് പറ്റൂല. ഓക്കെ, അതേപോലെയാണ് ഇൻസോൾവൻസി. ഇൻസോൾവൻസി എന്ന് വെച്ചാൽ ബാങ്ക്രപ്റ്റ് ആവുക, അതായത് കടബാധിതരാവുക, അവർക്ക് ഒരിക്കലും ഇത് പേ ചെയ്യാൻ പറ്റൂല എന്ന് ബാങ്ക് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ്. ഇൻസോൾവൻസി അവിടെ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലല്ല, അത് വേറെ നിയമങ്ങളിലൂടെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് പിന്നെ അതിലൊരു പാർട്ടി ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാണ്, അതായത് അവരുടെ എല്ലാ പ്രോപ്പർട്ടീസിന്റെ വാല്യൂ പോയി, എല്ലാ പ്രോപ്പർട്ടീസും ഗവൺമെന്റ് സീസ് ചെയ്തു, ബാങ്കിൽ പൈസ ഇല്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ എത്തുമ്പോൾ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആവും. പിന്നെ മേർജർ ഓഫ് റൈറ്റ്സ് ആണ്. മേർജർ ഓഫ് റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാന്ന് വെച്ചാൽ, നമ്മളൊരു അപ്പാർട്ട്മെന്റ് റെന്റിന് എടുക്കുകയാണ്. റെന്റിന് നമ്മളൊരു അപ്പാർട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കോൺട്രാക്ട് എന്ന് വെച്ചാൽ റെന്റൽ കോൺട്രാക്റ്റ് ആണ്. അതായത് ഒരു റെന്ററും ടെനന്റും തമ്മിലുള്ളത്, അതായത് അവിടെ താമസിക്കുന്ന ആളും അതിന്റെ ഓണറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് നമുക്കുള്ളത്. മാസാമാസം റെന്റ് അടിക്കണം, പ്രോപ്പർട്ടിക്ക് ഡാമേജ് പറ്റരുത്, അങ്ങനെയുള്ളൊരു ടേംസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ആ സെയിം അപ്പാർട്ട്മെന്റ് നമ്മൾ പിന്നീട് ആ ഓണറിന്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. അങ്ങനെ മേടിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്നത് ഓണർഷിപ്പിന്റെ കോൺട്രാക്റ്റ് ആണ്. അപ്പൊ റെന്റൽ കോൺട്രാക്റ്റിൽ നിന്നും നമ്മൾ ഓണർഷിപ്പ് കോൺട്രാക്റ്റിലേക്ക് പോകുമ്പോൾ, റെന്റലിൽ ഉണ്ടായതെന്ന് പറയുന്നത് നമുക്ക് ചെറിയ ലീഗൽ റൈറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്, വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ലെസർ ലീഗൽ റൈറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഓണർഷിപ്പ് കോൺട്രാക്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് മോർ ലീഗൽ റൈറ്റ്സ് കിട്ടും, അതിന് കംപ്ലീറ്റ് ഓണർഷിപ്പ് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ ഈ രണ്ട് കോൺട്രാക്റ്റും കൂടി നമുക്ക് മേർജ് ആവും. ഇതിനാണ് മേർജർ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോഴും ഇനീഷ്യലി ഉണ്ടായിരുന്ന ആ റെന്റൽ കോൺട്രാക്ട് എന്താവും, ഡിസ്ചാർജ്ഡ് ആവും. അടുത്തത് മെറ്റീരിയൽ ഓൾട്ടറേഷൻ ഓഫ് കോൺട്രാക്ട്. അത് നമ്മൾ പറഞ്ഞ പോലെ കോൺട്രാക്റ്റിലുള്ള ഏതെങ്കിലും ഒരു ടേംസിന് നമ്മൾ ഓൾട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വ്യത്യാസം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇനീഷ്യൽ കോൺട്രാക്ട് എന്താവണം, അവിടെ ഡിസ്ചാർജ് ആവണം, അത് പിന്നെ വാല്യൂ ഇല്ലാണ്ടാവും. അടുത്തതാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റാണ്ടാവുന്ന, അതാണ് ഫെയിലിയർ ടു പെർഫോം ദെയർ ഒബ്ലിഗേഷൻസ്. ഇതിനെയാണ് ബ്രീച്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എ ബിനോട് പറയാണ് ഇന്ന ഗുഡ്സ് ഈ സമയത്ത് ഡെലിവറി ചെയ്യാം, പക്ഷെ ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താണ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അടുത്തതാണ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച്. ഇത് രണ്ട് ടൈപ്പാണുള്ളത്, ആക്ച്വൽ ബ്രീച്ചും ആന്റിസിപ്പേറ്ററി ബ്രീച്ചും. ആക്ച്വൽ ബ്രീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ when a party refuses to perform on the due date or perform the contracts improperly. അതായത് എന്നാണോ ഈ പറഞ്ഞ ഒബ്ലിഗേഷൻ, എന്നാണോ ഇത് ചെയ്യാന്ന് പറഞ്ഞത് ആ ദിവസം പറയാണ് ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റൂല, ഇത് റെഫ്യൂസ് ചെയ്യാണ്, അപ്പോൾ നമ്മൾ ആക്ച്വൽ ബ്രീച്ച് സംഭവിച്ചതെന്ന് പറയാം. അല്ലെങ്കിൽ ആ ചെയ്യണത്, അതായത് ഇപ്പോൾ ജൂൺ അല്ലെങ്കിൽ ജൂലൈ 5th അന്നാണ് നമ്മൾ ഈ കോൺട്രാക്ട് പറഞ്ഞ കാര്യം അന്ന് ചെന്ന് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ജൂലൈ 5th അന്ന് തന്നെ വന്ന് പറയാണ് ഇല്ല ഇത് ഞാൻ ചെയ്യില്ല, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ പറയാണ് അതിനാണ് ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദ ഫെയിലിയർ ടു ഡെലിവർ ഗുഡ്സ് ഓൺ ദ എഗ്രീഡ് ഡേറ്റ്. പറഞ്ഞ ദിവസത്തിൽ ഗുഡ്സ് ഒക്കെ ഡെലിവറി ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആ ഒരു അവസ്ഥ, അതാണ് ബ്രീച്ച്, ആക്ച്വൽ ബ്രീച്ച്. ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് വെച്ചാൽ എന്നാണോ ചെയ്യാന്ന് പറഞ്ഞ അതിന് മുമ്പ് തന്നെ പറയാണ് ആ സമയത്ത് പറഞ്ഞ സമയത്ത് ഇത് ചെയ്യാൻ കഴിയൂല എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഒക്കേഴ്സ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ്. എന്നാണോ പെർഫോമൻസ് പറഞ്ഞിട്ടുള്ളത് ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ പറയാണ് ഇത് ഞാൻ ചെയ്യൂല എന്നുള്ളത്. വൺ പാർട്ടി ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദേ വിൽ നോട്ട് പെർഫോം ദ കോൺട്രാക്ട്. ഇപ്പോൾ എ പറയാണ് ഒരു നെക്സ്റ്റ് വീക്ക് ആവുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ ഗുഡ്സ് ഈ പറഞ്ഞ പ്രൈസിൽ ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യാം. പക്ഷെ ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് പറയാണ് ആ പറഞ്ഞ ഡേറ്റിൽ എനിക്കിത് പെർഫോം ചെയ്യാനായിട്ട് പറ്റൂല. ഇത് അപ്പം എന്താണ്, ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ ആന്റിസിപ്പേറ്റ് ചെയ്യാണ് ഇങ്ങനൊരു ഡെലിവറി അവിടെ നടക്കൂല എന്നുള്ളത്. അതിനെയാണ് നമ്മൾ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആന്റിസിപ്പേറ്ററി ബ്രീച്ചിൽ ഡാമേജ് ആർക്കാണോ സംഭവിക്കുന്നത്, ആരാണോ അവിടെ ആരുടെ ലീഗൽ റൈറ്റ് ആണോ വയലേറ്റ് ആവുന്നത്, അവർക്ക് 2 കാര്യമാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, കോൺട്രാക്ട് അപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്യാം,
അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിന്റെ അന്ന് വരെ വെയിറ്റ് ചെയ്യാം. അന്ന് വരെ ഇവർ ഇത് പെർഫോം ചെയ്യോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി കോൺട്രാക്ട് ഡിസ്ചാർജ് ആവും. ഇനി റെമഡീസ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴാണ് ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ആവുന്നത്, അതായത് എപ്പോഴാണ് ഒബ്ലിഗേഷൻസ് ഇല്ലാണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ പോർഷൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് റെമഡീസിലേക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത പോർഷൻസിലേക്ക് പോവാം. അടുത്തതാണ് റെമഡീസ്. അപ്പോൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൽ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി ഒരു ബ്രീച്ച് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഏതെങ്കിലും ഒരു പാർട്ടി അവിടെ റെഫ്യൂസ് ചെയ്യാണ്, അപ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടായി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതാണ് റെമഡീസിൽ പറയുന്നത്. അതായത് when a contract is broken, the agreed party is entitled to legal relief. These legal solutions are called remedies. അതായത് ഒരു കോൺട്രാക്റ്റിൽ രണ്ടാൾക്കാർ ഏർപ്പെട്ടതിന് ശേഷം പറയാണ് ഞാനത് ചെയ്യൂല എന്നുള്ളത്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ വേറൊരാൾക്ക് അവിടെ ഒരു നഷ്ടം സംഭവിക്കുമല്ലോ. അങ്ങനെ നഷ്ടം സംഭവിക്കുന്ന ആൾക്ക് നിയമപരമായിട്ടുള്ള പരിഹാരത്തിനെയാണ് നമ്മൾ റെമഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആർക്കാണോ നഷ്ടം സംഭവിച്ചത് അവരെ കോമ്പൻസേറ്റ് ചെയ്യുക, അതാണ് റെമഡീസ് എന്ന് പറയുന്നത്. ഈ റെമഡീസ് എന്തിനാ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ച്വൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ആ ബ്രീച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞ ലോസ് എന്തൊക്കെ ആർക്കാണോ എത്ര നഷ്ടമാണോ സംഭവിച്ചത് ആ നഷ്ടത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പാർട്ടീസിൽ ജസ്റ്റിസ് നിലനിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് പറഞ്ഞിട്ടുള്ള ടേംസ് പെർഫോം ചെയ്യാൻ ഫെയിൽ ചെയ്യുക, അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യൂല എന്ന് പറയാം. അതായത് ഫെയിലിയർ ടു പെർഫോം ഓർ റെഫ്യൂസസ് ടു പെർഫോം, ഇതിനാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു ആക്ച്വൽ ബ്രീച്ചും ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചും. അതായത് പറഞ്ഞ അന്ന് എന്ത് ചെയ്യാണ്, റെഫ്യൂസ് ചെയ്യുക, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ചെയ്യാതിരിക്കുക, അതാണ് ആക്ച്വൽ ബ്രീച്ച്. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് വെച്ചാൽ എന്താണ്, എന്നാണോ ഡ്യൂ ഡേറ്റ് അതിന് മുമ്പ് തന്നെ പറയാണ് ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു ബ്രീച്ച് സംഭവിച്ചാൽ ഈ ഇൻജേർഡ് പാർട്ടീസിന് എന്താ ചെയ്യാൻ സാധിക്കുക, അവർക്ക് കോർട്ട് പോയിട്ട് റെമഡീസിന് വേണ്ടി സീക്ക് ചെയ്യാം. ഓക്കെ, ഇനി റെമഡീസിന്റെ ടൈപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഡാമേജസ്, സ്പെസിഫിക് പെർഫോമൻസ്, ഇൻജക്ഷൻ, റിസിഷൻ, ക്വാണ്ടം മെറോയിഡ്, ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് റെമഡീസ് ആണ് നമുക്ക് മെയിൻലി അവൈലബിൾ ഉള്ളത്. ഇതിൽ ഡാമേജസ്, നോർമലി നമ്മൾ ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഹാം സഫേർഡ് അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരു പരിക്ക്, ഇതിനൊക്കെയാണ് നമ്മൾ ഡാമേജ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ ഒരു ലീഗൽ സെൻസിൽ നമ്മൾ പറയുമ്പോൾ ഡാമേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററി കോമ്പൻസേഷൻ, അതായത് പൈസ നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് എക്സാക്ട്ലി ഡാമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ മോണിറ്ററി കോമ്പൻസേഷൻ അവാർഡഡ് ടു ദ അഗ്രീഡ് പാർട്ടി. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് ഒരാൾ ചെയ്ത ബ്രീച്ച് കാരണം മറ്റൊരാൾക്ക് അവിടെ എന്താണ് ഒരു ലോസ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യുക, അതാണ് ഡാമേജസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഗവേൺ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 തന്നെയാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഡാമേജസിന്റെ ടൈപ്പാണ്. ഡാമേജസ് നമുക്ക് ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റത്തെ ആണ് ഓർഡിനറി അല്ലെങ്കിൽ ജനറൽ ഡാമേജസ് എന്ന് പറയുന്നത്. ഓർഡിനറി ഡാമേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജസ് അറൈസിങ് നാച്ചുറലി ഇൻ ദ യൂഷ്വൽ കോഴ്സ് ഓഫ് ഇവൻറ്റ്സ് ഡ്യൂ ടു ബ്രീച്ച്. അതായത് ഒരു കോൺട്രാക്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കോൺട്രാക്ടിന്റെ അപ്പുള്ള ആ ബ്രീച്ച് കാരണം അപ്പോൾ സംഭവിക്കുന്ന ഡാമേജ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഡിനറി ഡാമേജസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എ പറയാണ് ഒരു 100 bags ഓഫ് റൈസ്, എ
ബിനോട് പറഞ്ഞു ഒരു 100 bags ഓഫ് റൈസ് ബിക്ക് ഡെലിവറി ചെയ്യാന്ന്. പക്ഷെ ഡെലിവറി ഡേറ്റിന്റെ അന്ന് എന്താണ് ഈ റൈസ് ബാഗ് ഡെലിവറി ചെയ്യാൻ ഫെയിലായി. ഓക്കെ, ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ബിനോട് പറയാണ് 100 bags ഓഫ് റൈസ് 100 rupees പെർ ബാഗ് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഡ്യൂ ഡേറ്റിന്റെ അന്ന് എന്താണ് ഡെലിവറി ചെയ്യാൻ ഫെയിലാവും. ആ സമയത്ത് അവിടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് പ്രകാരം 100 ബാഗും പെർ 100 rupees കൊടുക്കാന്ന് പറഞ്ഞത്. പക്ഷെ മാർക്കറ്റിൽ, അതായത് ആ കോൺട്രാക്റ്റിൽ അല്ലാണ്ട് വേറെ എവിടെ പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിലും പെർ ബാഗിന് 600 rupees ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെ 200 rupees ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അവിടെ ആദ്യം 100 ബാഗ് എത്രയാണ്, 100 രൂപക്കാണ്. 100 ബാഗ് ഓഫ് റൈസ് പെർ ബാഗ് 100 rupees ആണല്ലോ പറഞ്ഞത്. അപ്പോ എത്ര രൂപയാണ് അവിടെ? 10,000 രൂപ ആർക്കാവുള്ളായിരുന്നു? ബിക്കാവുള്ളായിരുന്നു. പക്ഷെ ഡെലിവറി ചെയ്യാൻ ഫെയിൽ ആയതുകൊണ്ട് മാർക്കറ്റ് പ്രൈസിൽ മേടിക്കുന്ന സമയത്ത് 200 rupees ആണ്. അപ്പൊ 20,000 rupees ആവും ബിക്ക്. അപ്പൊ അവിടെ എത്ര രൂപന്റെ നഷ്ടമാണ് വരുന്നത്? 10,000 rupees അവിടെ നഷ്ടം വരികയാണ്. അപ്പൊ ഈ 10,000 rupees ബിക്ക് ഉണ്ടായ നഷ്ടം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇതിനെയാണ് നമ്മൾ ഓർഡിനറി ഡാമേജസ്, അതായത് മാർക്കറ്റ് പ്രൈസും കോൺട്രാക്ട് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം ആരാണോ അവിടെ ഫെയിൽ ചെയ്തത് അവർ ബിക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അതാണ് ഓർഡിനറി ഡാമേജസ്. അടുത്തത് സ്പെഷ്യൽ ഡാമേജസ് ആണ്. സ്പെഷ്യൽ ഡാമേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജസ് അറൈസിങ് ഫ്രം സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് നോൺ ടു ബോത്ത് പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട്. അതായത് ഇതിനിപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊറിയർ കമ്പനിയോട് പറയാണ് ഒരു കൊറിയർ കമ്പനിയോട് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിങ്ങൾ ഇന്നേ ദിവസം തന്നെ എനിക്ക് കൊണ്ടുവന്ന് തന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റും എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ എന്തൊക്കെയാണ്? ഒന്ന് ഫസ്റ്റ് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്. അവിടെ ആ ഒരു പ്രൊഡക്റ്റ് എത്തണം എന്നുള്ളതാണ് കോൺട്രാക്ട്. പക്ഷെ ആ പ്രൊഡക്റ്റ് അവിടെ എത്തിയില്ലെങ്കിൽ എന്തൊക്കെ ലോസ് ഉണ്ടാവും? ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ മോണിറ്ററി ലോസ് ഉണ്ടാവും. പിന്നെ ഒരു സ്പെഷ്യൽ ലോസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ലോസ് എന്താണ്? കംപ്ലീറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് അവിടെ ക്ലോസ് ചെയ്യും. ഇത് ആദ്യമേ പറയാണ്, ബിയും ആദ്യമേ അത് എന്താണ് മ്യൂച്വലി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ലോസും കൂടി അവിടെ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ പറഞ്ഞതിന് ശേഷവും ഫെയിൽ ചെയ്യാണ് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്തായി? ബിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ക്ലോസ് ചെയ്യേണ്ട വന്നു. അപ്പൊ ആ ഡെലിവറി ഓഫ് ഗുഡ്സും നടന്നിട്ടില്ല, അത് പോരാത്തതിന് വേറൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ലോസും സംഭവിച്ചു. ഇങ്ങനത്തെ സർക്കംസ്റ്റാൻസസിലാണ് സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ പ്രൊഡക്ഷൻ യൂണിറ്റ് പൂട്ടേണ്ട വന്നിട്ടുള്ള അവിടെ ഉണ്ടായ നഷ്ടത്തിനും കൊടുക്കണം, അവിടെ ഡെലിവറി നടക്കാത്തതിനുള്ള നഷ്ടം കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് സ്പെഷ്യൽ ഡാമേജസിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഒന്ന് സാധാരണ ഡെലിവറിയിൽ നടത്തുന്നതും പിന്നെ രണ്ട് പാർട്ടീസിനും അറിയുന്ന ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ലോസ് അവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത്. അടുത്തത് എക്സംപ്ലറി ആൻഡ് നോമിനൽ ഡാമേജസ് ആണ്. എക്സംപ്ലറി ഡാമേജസ് എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ഡാമേജസ് നമ്മൾ പറഞ്ഞത് മോണിറ്ററി കോമ്പൻസേഷൻ, അതായത് ഉണ്ടായ നഷ്ടത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക, പൈസ കൊടുക്കുകയാണ്. പക്ഷെ എക്സംപ്ലറി ഡാമേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിഷ് ചെയ്യാണ്. ലോന്റെ ഡിഫൻഡന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവര് ഇത് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ലോ പ്രകാരം ഇവരെ പണിഷ് ചെയ്യും. അതായത് ട്രയൽ കോർട്ടിലേക്ക് പോകും, ക്രിമിനലിലേക്ക് പോകും, ലയബിലിറ്റി ക്രിമിനലിലേക്ക് പോകും. ഇത് രണ്ട് എക്സാമ്പിൾ ആണ് ഉള്ളത്. ബ്രീച്ച് ഓഫ് പ്രോമിസ് ടു മേരി, അതേപോലെ റോങ്ഫുൾ ഡിസ്ഹോണർ ഓഫ് ചെക്ക്. അതായത് ചെക്കിന്റെ കേസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷന്റെ ഇടയിൽ നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കുകയാണ്. അപ്പൊ ചെക്ക് ആയിട്ട് ബാങ്ക് പോകുന്ന സമയത്ത് ബാങ്കിത്തെ ആള് പറയാണ് ഇയാളുടെ അക്കൗണ്ടിൽ ഇത്ര ബാലൻസ് ഇല്ല, അതുകൊണ്ട് ചെക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. പക്ഷെ ശരിക്കും അയാളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, പക്ഷെ ബാങ്കുകാർ അത് പ്രോപ്പർലി പറയാത്തതാണെന്നുണ്ടെങ്കിൽ അവിടെ ആളുടെ റെപ്യൂട്ടേഷന് ഒരു ഹാം കോസ് ചെയ്യാണ്.
അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കേസസിൽ ഇവർക്ക് വേറെ ശിക്ഷകളാണ് കൊടുക്കുക. അപ്പൊ അവിടെ കോമ്പൻസേഷൻ അല്ല ഉണ്ടാവുക, പണിഷ്മെന്റ് ആണ് ഉണ്ടാവുക. ഇതാണ് എക്സംപ്ലറി ഡാമേജസ്. ഇനി അടുത്തത് നോമിനൽ ഡാമേജസ് ആണ്. നോമിനൽ ഡാമേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഒരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. എ പറഞ്ഞു ഇത്ര ഗുഡ്സ് ബിക്ക് ഈ ഒരു പ്രൈസിൽ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ എ എന്താണ് അത് ബിക്ക് കൊടുത്തില്ല. കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ബിക്ക് അവിടെ കാര്യമായിട്ട് പൈസക്കൊന്നും നഷ്ടം വന്നിട്ടില്ല, മോണിറ്ററി ലോസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ അവിടെ ഒരു ബീന്റെ ഒരു ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ആണത്. അതായത് ഇത് കൊടുക്കുക എന്നുള്ളതിന് എ ബാധ്യസ്ഥനാണ്. അപ്പൊ ബീന്റെ ലീഗൽ റൈറ്റിന് അവിടെ ഒരു വയലേഷൻ വന്നു. അങ്ങനെ ലീഗൽ റൈറ്റിന് ഉണ്ടായ വയലേഷന് കൊടുക്കുന്ന ഒരു സ്മോൾ കോമ്പൻസേഷൻ, അതാണ് നോമിനൽ ഡാമേജസ്. മറ്റേ ഡാമേജസ് ഒക്കെ ഉണ്ടായ ലോസിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തോണ്ടിരുന്നതായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ആക്ച്വൽ ലോസ് ഉണ്ടായിട്ടില്ല, ഒരു ലീഗൽ റൈറ്റിന്റെ വയലേഷൻ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്മോൾ കോമ്പൻസേഷൻ മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. ഇതിനെയാണ് നോമിനൽ ഡാമേജസ് എന്ന് പറയുന്നത്. അടുത്തത് ലിക്വിഡേറ്റഡ് ഡാമേജസും പെനാൽറ്റിയും. നമുക്കറിയാം ഡാമേജസ് ലിക്വിഡേറ്റഡും ഉണ്ട് അൺലിക്വിഡേറ്റഡും ഉണ്ട്. ലിക്വിഡേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു നാശനഷ്ടവും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രീ ഡീറ്റർമൈൻ ചെയ്യാണ് ഇത്ര ലോസ് ഉണ്ടായാൽ ഇത്ര എമൗണ്ട് കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ളത്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ പറയാണ് എ ഇത്ര പൈസ ഡെലിവറി ചെയ്യാൻ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ബിക്ക് ഇത്ര രൂപ നഷ്ടം ഉണ്ടാവും. അപ്പൊ ഈ നഷ്ടമാവുന്ന പൈസ മൊത്തം എ എന്ത് ചെയ്യണം, ബിക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ബ്രീച്ച് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എത്രയാണോ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് അത് ഫിക്സ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ദ എമൗണ്ട് എഗ്രീഡ് ഇൻ അഡ്വാൻസ് ആസ് ജെനുവിൻ എസ്റ്റിമേറ്റ് ഓഫ് ലോസ്. അടുത്തതാണ് പെനാൽറ്റി. പെനാൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീച്ച് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്കൊക്കെ ഐഡന്റിറ്റി കാർഡ് ഇട്ട് പോയിട്ടില്ലെങ്കിൽ ഇത്ര രൂപ ഫൈൻ എന്നൊക്കെ പറയല്ലോ. അപ്പൊ അത് എന്തിനാണ് അവിടെ വെക്കുന്നത്? അങ്ങനെ നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി, അതായത് ഐഡന്റിറ്റി കാർഡ് ഇട്ട് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഫൈൻ ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ കോൺട്രാക്ട് പറഞ്ഞ ടേംസ് കംപ്ലീറ്റ് ചെയ്യുക, അത് ചെയ്യാതെ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് ഒരു ഫൈന് വെക്കുകയാണ്. അതായത് ഈ ഒരു എമൗണ്ട് ഇത്ര ഒരു വലിയ എമൗണ്ട് ആയിരിക്കും ഫിക്സ് ചെയ്യുക. അപ്പൊ ആ എമൗണ്ട് കാണുമ്പോൾ തന്നെ പാർട്ടീസ് എന്ത് ചെയ്യും, ആ കോൺട്രാക്റ്റത്തെ ടേംസ് ഫോളോ ചെയ്യും. കാരണം ഇല്ലെങ്കിൽ ഇത്രയൊരു എമൗണ്ട് അവിടെ പേ ചെയ്യേണ്ടി വരികയാണ്. സോ കോർട്സ് അവാർഡ് റീസണബിൾ കോമ്പൻസേഷൻ ഈവൻ ഇഫ് എ ഹയർ എമൗണ്ട് ഇസ് സ്റ്റേറ്റഡ് ഇൻ ദ കോൺട്രാക്ട്. അതായത് ഇപ്പോൾ കോൺട്രാക്റ്റിൽ പറയാണ് ഈ കോൺട്രാക്ട് ഫെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1,00,000 രൂപ അടിക്കണം. പക്ഷെ കോർട്ടിൽ പോകുമ്പോൾ കോർട്ട് വിചാരിക്കുകയാണ് 1,00,000 രൂപ എന്നൊന്നും പറയുന്നത് ശരിക്കും അത്ര ഈ ഒരു സിറ്റുവേഷന് അത്ര അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എമൗണ്ട് എല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള എത്ര എമൗണ്ട് ആണോ അതായിരിക്കും പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടി വരിക. അടുത്തത് സ്പെസിഫിക് പെർഫോമൻസ് ആണ്. സ്പെസിഫിക് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോൺട്രാക്ട് എന്താണ് അവിടെ ഡിസ്ചാർജ് ചെയ്തു, പാർട്ടീസ് ഒബ്ലിഗേഷൻസ് ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ കോടതി പറയാണ് ഈ ബ്രീച്ച് ഉണ്ടായാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പോൾ എ ബിനോട് പറയാണ് ഞാൻ ഇന്റെ ലാൻഡ് ഒരു റെയർ ആയിട്ടുള്ള ലാൻഡാണ്, ആ ലാൻഡ് ഒരു 50 lakhs rupees നിങ്ങൾക്ക് തരാന്ന് പറയാണ്. പക്ഷെ പിന്നെ എ എന്ത് ചെയ്തു, ലാൻഡ് വിൽക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് ബിക്ക് എന്ത് ചെയ്യാം, കോടതിയിൽ പോയിട്ട് സ്പെസിഫിക് പെർഫോമൻസിന് ഡിമാൻഡ് ചെയ്യും. അങ്ങനെ സ്പെസിഫിക് പെർഫോമൻസിന് പറയുന്ന സമയത്ത് കോടതി എന്തു പറയും, ഇത് ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ, അവിടെ കോമ്പൻസേഷൻ മാത്രമല്ല ആ ലാൻഡ് വിക്ക് തന്നെ ചെയ്യണം. ഇതിനെയാണ് സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കോർട്ട് ഓർഡർ റിക്വയറിംഗ് ദ ബ്രീച്ചിങ് പാർട്ടി ടു ആക്ച്വലി പെർഫോം ദ കോൺട്രാക്ട്. എന്താണോ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞത് അത് പെർഫോം ചെയ്യുക, കോമ്പൻസേഷൻ കൊടുക്കാന്നല്ല, പക്ഷെ ഒബ്ലിഗേഷൻസ് എന്താണോ അതിൽ പറഞ്ഞ ടേംസ് അത് കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു സ്പെസിഫിക് പെർഫോമൻസ് ഗവേൺ ചെയ്യുന്നത് സ്പെസിഫിക് റിലീഫ് ആക്ട് ആണ്. സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 ആണ് സ്പെസിഫിക് പെർഫോമൻസ് ഹാൻഡിൽ ചെയ്യുന്നത്.
യൂഷ്വലി ഗ്രാൻഡഡ് വെൻ മോണിറ്ററി കോമ്പൻസേഷൻ ഇസ് ഇൻഅഡിക്വേറ്റ്. അതായത് ഇപ്പോൾ ഈ ലാൻഡിൻ്റെ കേസൊക്കെ നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്ലോട്ട് നമുക്ക് അത് എപ്പോഴും കിട്ടണം എന്നില്ല. അത് നമ്മൾ ഒരുപാട് എന്താ പറയുക ഉദ്ദേശത്തോടു കൂടി എടുക്കുക. ഇപ്പോൾ ടൗൺ ഏരിയ നോക്കും, പാർക്കിംഗ് സ്പേസ് നോക്കും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളൊരു ലാൻഡ് എടുക്കുന്ന സമയത്ത് അത് പിന്നെ അവർ നമുക്ക് വിൽക്കൂല എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പൈസ മാത്രമല്ല നഷ്ടമാവുന്നത്, നമ്മൾ അതിൽ ചുറ്റിപ്പറ്റി ചെയ്ത ഒരുപാട് കാര്യങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാവും. അപ്പോൾ മോണിറ്ററി കോമ്പൻസേഷൻ മാത്രം അഡിക്വേറ്റ് ആണെന്ന് തോന്നാത്ത സിറ്റുവേഷനിലാണ് സ്പെസിഫിക് പെർഫോമൻസ് അവിടെ യൂസ് ആക്കുന്നത്. എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ പറഞ്ഞ സെയിൽ ഓഫ് ലാൻഡ്. അടുത്തത് എപ്പോഴൊക്കെയാണ് ഈ സ്പെസിഫിക് പെർഫോമൻസ് ഗ്രാൻഡ് ചെയ്യുന്നത്? സബ്ജക്ട് മാറ്റർ യുണീക്ക് ആയിരിക്കണം. പിന്നെ ഡാമേജസ് സഫിഷ്യൻ്റ് ആവും. ഡാമേജസ് ഷുഡ് നോട്ട് ബി സഫിഷ്യൻറ്റ്. കോൺട്രാക്ട് ടേംസ് ആർ ക്ലിയർ ആൻഡ് സർട്ടിൻ. അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഒരു പർട്ടിക്കുലർ ലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര യുണീക്കാണ്. അത് എപ്പോഴും നമുക്ക് ആ ലാൻഡിന് കിട്ടണമെന്നില്ല. അപ്പോൾ ഓൾറെഡി എഗ്രി ചെയ്ത് കോൺട്രാക്ട് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ പിന്നെ അത് പെർഫോം ചെയ്യുന്ന വേണം. പിന്നെ അതൊന്നും നമുക്ക് എന്താ പറയുക ബ്രീച്ച് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി എപ്പോഴൊക്കെയാണ് ഈ സ്പെസിഫിക് പെർഫോമൻസ് റെഫ്യൂസ് ചെയ്യുന്നത്? സ്പെസിഫിക് പെർഫോമൻസ് ഗ്രാൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട്സ് ഇൻവോൾവിങ് പേഴ്സണൽ സർവീസസ്, കോൺട്രാക്ട്സ് റിക്വയറിങ് കണ്ടിന്യൂസ് കോർട്ട് സൂപ്പർവിഷൻ, വോയിഡ് ഓർ അൺസർട്ടൈൻ കോൺട്രാക്ട്സ്. അതായത് ഇപ്പം എന്താ പറയുക ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെലിബ്രിറ്റീനെ നമ്മൾ ഹയർ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ഉള്ള ഒരു സിറ്റുവേഷൻ കാരണം അവർക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ല. അപ്പം നമുക്ക് കോർട്ടിൽ പോയിട്ട് എന്താ പറയുക സ്പെസിഫിക് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റൂല. അതായത് ഇവർ വന്നില്ല അതുകൊണ്ട് ഇത്ര നാശനഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റൂല. കാരണം അതെന്താണ്, അവരുടെ പേഴ്സണൽ സർവീസസ് ആണ്. ഒരു യുണീക്കോ അല്ലെങ്കിൽ റെയറോ ആയിട്ടുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന് മാത്രമേ എന്തുള്ളൂ സ്പെസിഫിക് പെർഫോമൻസ് റെലവൻ്റ് ഉള്ളൂ. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇതെന്തല്ല അവൈലബിൾ അല്ല. ഓക്കെ, ഇനി അടുത്തതാണ് ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ ഓർഡർ ഒക്കെ കൊടുക്കാമെന്ന് അറിയില്ലേ. അതായത് ഒരു കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തതിന് ശേഷം മറ്റൊരു പാർട്ടി ഇന്നത് ചെയ്യരുത് എന്നുള്ളത് കോർട്ട് ഒരു ഓർഡർ കൊടുക്കുകയാണ് അവിടെ ഇവരുടെ പെർഫോമൻസ് നിർത്താൻ വേണ്ടിയിട്ട്. കോർട്ട് ഓർഡർ റെസ്ട്രെയിനിങ് എ പാർട്ടി ഫ്രം ഡൂയിങ് എ പർട്ടിക്കുലർ ആക്ട്. ഒരു പർട്ടിക്കുലർ ആക്ട് ഒരു പാർട്ടി ചെയ്യുന്നതിൽ നിന്നും കോർട്ട് അവരെ റെസ്ട്രെയിൻ ചെയ്യുകയാണ്. ഇതിനി ഒരു പറഞ്ഞൊരു കാലഘട്ടം വരെ, ഒരു കാലാവധി വരെ അത് ചെയ്യരുത് എന്ന് പറയാണ്. ഇതും സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 എന്ന് പറഞ്ഞ ആക്ട് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ഇഞ്ചക്ഷൻ ആണ്. അതായത് ഒരു പറഞ്ഞൊരു ലിമിറ്റഡ് ടൈം വരെ പെർഫോമൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പെർമനന്റ് ഇഞ്ചക്ഷൻ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഗ്രാൻഡ് ചെയ്യാണ്. അതായത് ഇനി ഒരിക്കലും ആ ഒരു പർട്ടിക്കുലർ ആക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള രണ്ട് പാർട്ടീസും തമ്മിൽ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ടേംസും എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ എന്താണ് പബ്ലിക്കലി അനൗൺസ് ആക്കാണ്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്ലോഷർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് ഇഞ്ചക്ഷൻ ഒരു റെമഡി ആയിട്ട് അവൈലബിൾ ഉള്ളത്. ഇനി റെസിഷൻ ആണ്. റെസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് കോർട്ട് ക്യാൻസൽ ചെയ്യാണ്. പാർട്ടീസ് അല്ല, കോർട്ട് തന്നെ ക്യാൻസൽ ചെയ്യാണ്. അങ്ങനെ കോർട്ടായിട്ട് ഒരു കോൺട്രാക്റ്റ് റെസിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടീസും അവരുടെ ഒബ്ലിഗേഷൻസിൽ നിന്നും റിലീവ്ഡ് ആവും. അതേപോലെ തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് കാരണം ഇവർക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യണം. ഇത് റെസിഷൻ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇങ്ങനത്തെ ഒക്കെ കേസസിലാണ് യൂഷ്വലി റെസിഷൻ യൂസ് ചെയ്യുന്നത്. അതായത് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫാക്റ്റ് മിസ്റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതെന്നുണ്ടെങ്കിൽ അവിടെ കോടതി ഇടപെട്ട് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അതാണ് റെസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൽ ആർക്കെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ഇനി ക്വാണ്ടം മെറോയിറ്റ് ആണ്. ക്വാണ്ടം മെറോയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിറ്ററൽ മീനിങ് ആണ് ആസ് മച്ച് ആസ് ഏൺഡ്. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷം ഇപ്പം എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എന്നിട്ട് എ എന്ത് ചെയ്തു, പറഞ്ഞ വർക്ക് കുറച്ച് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ കംപ്ലീറ്റ് ഒരു പകുതി പാർഷ്യൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ബി പറയാണ് ഇനി ചെയ്യേണ്ട എന്നുള്ളത്.
അപ്പം അവിടെ എ ചെയ്ത ആ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പാർഷ്യൽ വർക്കിനുള്ള പൈസ എന്ത് ചെയ്യണം, ബി കോമ്പൻസേറ്റ് ചെയ്യണം. എന്താണോ വർക്ക് ചെയ്തത് ആ ചെയ്ത വർക്കിനുള്ള പൈസ കൊടുക്കുക. അതാണ് കോണ്ടംപറേറ്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് അലോസ് പേയ്മെന്റ് ഫോർ വർക്ക് ഓൾറെഡി ഡൺ വെൻ എ കോൺട്രാക്ട് ഈസ് ടെർമിനേറ്റഡ്. ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് തന്നെ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചെയ്ത വർക്കിന് എത്ര പൈസയാണോ എടുത്തത് ആ പൈസ എന്ത് ചെയ്യണം, കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കണം. അടുത്തത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് കോണ്ടംപറേറ്റ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. കോൺട്രാക്ട് ബിക്കംസ് വോയിഡ്, വൺ പാർട്ടി പ്രിവെന്റ്സ് കംപ്ലീഷൻ ഓഫ് വർക്ക്, കോൺട്രാക്ട് ഈസ് പാർഷ്യലി പെർഫോം. അതായത് പെട്ടെന്ന് കോൺട്രാക്ട് വോയിഡ് ആണ്, നമ്മളിപ്പോൾ പറഞ്ഞ വാറിന്റെ കേസ് അല്ലെങ്കിൽ എന്താ പറയാ ലീഗൽ എന്തെങ്കിലും സർക്കംസ്റ്റാൻസസ്, ലീഗലി എന്തോ ചേഞ്ച് ഒക്കെ വരികയാണെന്ന് വിചാരിക്കും. ആ സമയത്ത് കോൺട്രാക്ട് വോയിഡ് ആകും. അപ്പോൾ വോയിഡ് ആവുന്ന സമയത്ത് അതിന് മുമ്പ് വരെ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ള നമ്മുടെ ബാധ്യതയാണ്. അതേപോലെ ഏതെങ്കിലും ഒരു പാർട്ടി ഇതിന്റെ കംപ്ലീഷൻ അതായത് കുറെ വർക്ക് ചെയ്തു പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര വർക്ക് ചെയ്തോ അതിനുള്ള പൈസ കൊടുക്കണം. ഓക്കെ, ഇനി റെമഡീസിന്റെ ഒരു സമ്മറിയാണ് നമ്മൾ ഡാമേജസ് എന്ന് പറഞ്ഞു. ഡാമേജസ് എന്ന് വെച്ചാൽ മോണിറ്ററി കോമ്പൻസേഷൻ, ഉണ്ടായ നഷ്ടത്തിന് പൈസ കോമ്പൻസേറ്റ് കൊടുക്കുക. സ്പെസിഫിക് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ അല്ല, എന്താണോ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ നമ്മൾ എന്തൊക്കെ ടേംസ് ആണോ പറഞ്ഞത്. ഇപ്പൊ ഒരു ലാൻഡ് സെല്ല് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സംഭവിച്ച നാശനഷ്ടം മാത്രമല്ല കൊടുക്കേണ്ടത്, ആ ലാൻഡ് എന്ത് ചെയ്യണം, ആക്ച്വലി സെല്ല് ചെയ്യണം. പിന്നെ ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ സ്റ്റേ ആണ്, ഒരു പർട്ടിക്കുലർ ആക്ടിനെ കോർട്ട് എന്ത് ചെയ്യാണ്, റെസ്ട്രെയിൻ ചെയ്യാണ്. ഇനി റെസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്ട് കോർട്ടായിട്ട് ക്യാൻസൽ ചെയ്യാണ്. കോർട്ട് അതിനൊരു റെസ്ട്രെയിൻ ഓർഡർ കൊടുക്കുകയാണ്. അതിപ്പോൾ നമ്മൾ ഈ ഫ്രോഡ് അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ ഈ കേസസിലൊക്കെയാണ് നമ്മൾ റെസിഷൻ പറഞ്ഞത്. പിന്നെ കോണ്ടംപറേറ്റ്, അതായത് ചെയ്ത പണിക്കുള്ള പൈസ കൊടുക്കുക, അതാണ് കോണ്ടംപറേറ്റ് എന്ന് പറയുന്നത്. ഇനി റെമഡീസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. റെമഡീസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ്, കോമ്പൻസേഷൻ ഫോർ ലോസസ്, ഫെയർനെസ് ഇൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ, ദേ സ്ട്രെങ്തൻ ദ ട്രസ്റ്റ് ഇൻ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്സ്. അതായത് നമ്മൾ പറഞ്ഞൊരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, അതിൽ നിന്നും കുറച്ച് ലീഗൽ റൈറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ലീഗൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ റെമഡീസ് ഉള്ളത്. അതായത് ഇപ്പോൾ കോൺട്രാക്റ്റിന് ക്രിയേറ്റ് ചെയ്യുന്ന ലീഗൽ റൈറ്റ് ആരെങ്കിലും വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ എന്തുണ്ട്, ഒരു റെമഡി ഉണ്ട്. നമുക്ക് കോമ്പൻസേഷൻ സീക്ക് ചെയ്യാം, ഡാമേജസ് സീക്ക് ചെയ്യാം, സ്പെസിഫിക് പെർഫോമൻസ് സീക്ക് ചെയ്യാം, ഇഞ്ചക്ഷൻ സീക്ക് ചെയ്യാം. അങ്ങനെ ഏതാണോ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള റെമഡി അത് നമുക്ക് സീക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താണ്, കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആക്കാണ്. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഏകദേശം കോൺസെപ്റ്റ്സ് മൊത്തം കവർ ചെയ്തു. ഇനി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the law relating to remedies for breach of contract in India is mainly governed by remedies ഇതാക്കുന്ന സ്റ്റാറ്റ്യൂട്ട് ഏതാണെന്നാണ് ചോദിച്ചത്. ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആട്ടോ. അടുത്തത് ഡാമേജസ് awarded for loss arising naturally in the usual course of events. ഇത് ordinary damages. അടുത്തത് damages arising from special circumstances known to both parties. Special damages. അടുത്തത് when a breach occurs but no actual loss is suffered, the court may award nominal damages. Damages intended to punish the defendant are known as
exemplary damages. Specific performance of a contract is governed by Specific Relief Act 1963. Specific performance is usually granted when monetary compensation is inadequate. Specific performance is generally not granted in contracts involving personal services. An order of the court restraining a party from doing a particular act is called injunction. An injunction granted after final judgment is called permanent injunction. Quantum meruit literally means as much as earned. Quantum meruit allows a party to claim compensation for work already done, which remedy involves cancellation of the contract by the court. Rescission. Liquidated damages refer to amount agreed in advance as genuine estimate of loss. A penalty clause in a contract generally aims to discourage breach of contract, which remedy compels a party to actually perform the contract. Specific performance. Which of the following is not a remedy for breach of contract? Novation. An injunction preventing disclosure of confidential information is an example of preventive remedy. The main objective of awarding damages is to compensate the injured party. Which remedy ensures payment for partial performance of a contract? Quantum meruit. അപ്പോൾ ഇത്രയാണ് ഇന്ന് കവർ ചെയ്ത പോർഷൻസ്. അപ്പോൾ ഇനി ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു ഫോർ അറ്റൻഡിങ്.